നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ISRO ചാരക്കേസിൽ നടപടിക്ക് സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമാകുന്നു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വേഗത്തിൽ നടപടി വേണമെന്ന് കെ മുരളീധരൻ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പത്മജ. രാജിവെക്കാൻ ഒരുങ്ങി കാലിക്കറ്റ് VC. ഭരിക്കാൻ അധികാരം കിട്ടിയില്ലെങ്കിൽ രാജിയെന്ന് മുഖ്യമന്ത്രിയോട് VC. സിൻഡിക്കേറ്റുമായി ഒത്തുപോകാനാവില്ല. സമരം ശക്തമാക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ. നാളെ MSFന്റെ ഹോസ്റ്റൽ പിടിച്ചെടുക്കൽ സമരം. കള്ളപ്പണ വിഷയത്തിൽ കേന്ദ്രത്തോട് 8 ചോദ്യങ്ങളുമായി കോൺഗ്രസ്. 5 മാസത്തിനിടെ സർക്കാർ എന്ത് നടപടിയെടുത്തു? കള്ളപ്പണം എന്ന് തിരികെ കൊണ്ടുവരും? കേന്ദ്രത്തിൻ്റേത് കബളിപ്പിക്കൽ തന്ത്രമെന്നും കോൺഗ്രസ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി BJPക്കുള്ളിൽ കലഹം. നിതിൻ ഗഡ്കരിക്കായി സമ്മർദ്ദ ഗ്രൂപ്പുകൾ ശക്തം. നിരുപാധിക പിന്തുണയ്ക്ക് ശിവസേന തയ്യാറെന്ന് സൂചന. കനേഡിയൻ പാർലമെന്റിന് നേരെ ആക്രമണം. പാർലമെന്റിന് നേരെയും യുദ്ധസ്മാരകത്തിന് നേരെയും വെടിവെപ്പ്. പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ സുരക്ഷിതനെന്ന് മാധ്യമ വിഭാഗം തലവൻ. അക്രമി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ISRO ചാരക്കേസ് വീണ്ടും കോൺഗ്രസിൽ കത്തുന്നു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സർക്കാർ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോകരുതെന്ന് ആവശ്യപ്പെട്ട് പത്മജ വേണുഗോപാലും രംഗത്തെത്തി. ISRO ചാരക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടെന്ന സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം നടത്തിയ സംഘത്തിന്റെ തലവനായിരുന്ന സിബി മാത്യൂസ് അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നത്. നടപടി ആവശ്യപ്പെട്ട് കെ മുരളീധരൻ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഹൈക്കോടതി ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം കെ മുരളീധരൻ വീണ്ടും ഉന്നയിച്ചു. ഉദ്യോഗസ്ഥന്മാർ എന്തടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു എന്നുള്ളത് ജനത്തിന് അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് കെ കരുണാകരനെ പോലെ ഉന്നതനായിട്ടുള്ളൊരു വ്യക്തിയെ മാനസികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്പി നാരായണനെ പോലുള്ളവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ചാരക്കേസിൽ ഉണ്ടായത്. ISRO ചാരക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകരുതെന്നായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ആവശ്യം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ലെന്നും പത്മജ തുറന്നടിച്ചു. ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടും എന്തുകൊണ്ട് കേസ് എടുക്കണില്ല എന്ന് ജനങ്ങൾക്ക് തോന്നും. അത് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടല്ലേ. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്, അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഏതായാലും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ശക്തിപ്പെടുത്താനാണ് കെ മുരളീധരൻ അടക്കമുള്ളവരുടെ നീക്കം. റിപ്പോർട്ടർ, കോഴിക്കോട്, തൃശൂർ. പത്മജ വേണുഗോപാൽ, ചെറിയാൻ ഫിലിപ്പ്, കെ സുരേന്ദ്രൻ, തലവട്ടം ആനന്ദൻ, MM ജേക്കബ് എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം MM ജേക്കബ്, കെ കരുണാകരൻ പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു ഉത്തരേന്ത്യൻ പത്രം എഴുതിയിരുന്നു. ബാബറി മസ്ജിദ് തകർത്തത് ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്ന് കരുണാകരൻ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നരസിംഹറാവു പ്ലോട്ട് ചെയ്ത ഒരാക്ഷേപമാണ് പിന്നീട് ISRO ചാരക്കേസായത് എന്നാണ് ശ്രീ കെ മുരളീധരൻ പിന്നീട് പറഞ്ഞത്. ഇതിന്മേലാണ് ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് UDFന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, വെറും ചട്ടുകമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ? അല്ല, വസ്തുതകൾ നോക്കിയാൽ ഞാൻ സാധാരണ ഈ TV ഇങ്ങനെ ഓരോ വിഷയങ്ങളെ പറ്റി പ്രതികരിക്കാറില്ല. പക്ഷെ എങ്കിലും ആ നമ്പിനാരായണനെ പോലെ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ നമുക്കുണ്ടായിരുന്നപ്പോൾ അങ്ങനെ പിടിയിൽ ജയിലിൽ കൊണ്ടുപോകാനും വിസ്തരിക്കാനും അതിന്റെ പുറകെ നടന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഹൃദയമില്ലായ്മയാണ് നടത്തിയത്. ഹൃദയമില്ലാത്ത പെരുമാറ്റമാണ്. ഒരു മനുഷ്യന്റെ സാധാരണ തോന്നുകയില്ല അത് അത്ര കൊണ്ടുപോകാനായിട്ട്. അതിനിടയ്ക്ക് കേട്ടതേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ ഇവിടെ ഇല്ല അന്നേരം. ശ്രീ MM ജേക്കബ്, തീർച്ചയായും നമ്പിനാരായണനെ പോലൊരു ഉദ്യോഗസ്ഥനെ അനാവശ്യമായി ജയിലിലിട്ട് പീഡിപ്പിച്ചത് മനുഷ്യാവകാശ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതിന്മേലാണല്ലോ സ്വാഭാവികമായും കോടതി നടപടിയെടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരെ വെറുതെ വിടരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് നമ്പിനാരായണൻ കേസിൽ പോയതുകൊണ്ടാണ് കോടതി ആ തരത്തിൽ പറഞ്ഞത്, പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്താൻ വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ശ്രമം നടത്തി എന്ന വിഷയത്തിൽ സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി മതിയോ എന്ന ചോദ്യം ഉയരുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പുനരന്വേഷണം ആവശ്യമായി വരികയല്ലേ? പ്രധാനമന്ത്രിയെ ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ തന്നെ ശക്തിയായ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനകത്ത് കരുണാകരനെ
മുഖ്യമന്ത്രിയായിരിക്കുന്നു, അങ്ങനെ താഴെ ഇറക്കിയിട്ട് വല്ല മാർഗമുണ്ടോ എന്ന് നോക്കി ആ താഴെ ഇറക്കാനുള്ള മാർഗത്തിന് പരിശ്രമിച്ചു. ആ പരിശ്രമമാണ് ശക്തിയാക്കി. അതിന് മാരി എന്നൊരു സ്ത്രീ വന്നു, അതിന് കൊച്ചിനെ പഠിപ്പിക്കാൻ വന്നതാ. അവര് പിന്നെ മറ്റേ ISR കാണണമെന്ന് പറഞ്ഞ് മകളെ ഒക്കെ കൊണ്ട് അവിടം വരെ ചെന്നു. അന്നേരം നമ്പിനാരായണനെ ആരാണ്ട് പരിചയമുള്ളവർ പരിചയപ്പെടുത്തി. അവിടെ ഇതൊക്കെ ഉള്ളത്. തുടരുക ദയവായി. ശ്രീമതി പത്മജ വേണുഗോപാൽ, ഇക്കാര്യത്തിൽ പുനരന്വേഷണമാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അതോ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി മാത്രമോ? അല്ല, അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് ഉള്ളൊരു ഇത് ഞങ്ങൾക്കില്ല. പക്ഷെ ഇതിന്റെ സത്യങ്ങൾ വെളിച്ചത്ത് വരണ്ടേ? അതിനിപ്പോൾ ഉള്ളൊരിത് ഈ 3 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അല്ലാണ്ട് അവർക്ക് കരുണാകരനോട് നേരിട്ടൊരു ദേഷ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് ആ ഉദ്യോഗസ്ഥന്മാരോടൊന്നും, എനിക്കറിയാം ഉദ്യോഗസ്ഥന്മാർ ആരുടെങ്കിലും ഒരു ചട്ടുകായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നുള്ളതെന്ന് അറിയാനൊരു ആഗ്രഹം, അത് എനിക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനുണ്ട് ആഗ്രഹം. അതെ. അപ്പോൾ ഇപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഉദ്യോഗസ്ഥർ വെറും ചട്ടുകങ്ങളായിരുന്നു. 2, ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന സംശയം. അപ്പോൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ട എന്ന സർക്കാർ തീരുമാനം റദ്ദ് ചെയ്തിരിക്കുന്നത് നമ്പിനാരായണൻ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്ന സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ്. അത് നമ്പിനാരായണൻ്റെ ആംഗിളിൽ ശരിയാണ്. കോടതി ആ വിഷയത്തിൽ തങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത്. ഒരു നമ്പിനാരായണനെ പോലുള്ള ഒരു ശാസ്ത്രജ്ഞനെ മാനസികമായി പീഡിപ്പിച്ച് ജയിലിൽ അടച്ചതിനെതിരെ ആ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയ്ക്കെതിരെ നടപടി വേണം എന്നത് സാങ്കേതികമായി ഹൈക്കോടതിക്ക് എടുക്കാവുന്ന തീരുമാനം മാത്രമാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായി KPCC ജനറൽ സെക്രട്ടറി കെ കരുണാകരൻ്റെ മകൾ എന്നുള്ളതിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ അന്ന് എന്ത് രാഷ്ട്രീയ നീക്കമാണ് കരുണാകരനെതിരെ നടന്നത് എന്ന് കോടതിയാൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല. അത് പരിശോധിക്കപ്പെടണമെങ്കിൽ രാഷ്ട്രീയ തീരുമാനം സംസ്ഥാനത്ത് നിന്നുണ്ടാകണം. അങ്ങനെ കേസ് എങ്ങനെ ഉണ്ടായി, ആര് കെട്ടിച്ചമച്ചു എന്നത് സംബന്ധിച്ച ഒരു പുനഃപരിശോധന ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഞാൻ അതന്നെയാ പറഞ്ഞു. ആരാണ് രാഷ്ട്രീയമായിട്ടാണെങ്കിലും കെ കരുണാകരന് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവർക്കും, ഈ പറയുന്ന എല്ലാവർക്കും അറിയാം. പറയുന്ന ആരും എന്താണ് തുറന്നു പറയാത്തത്? ഇപ്പൊ LDF നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാർ പറയുന്നല്ലാണ്ട് എന്താ പറയാ, കോൺഗ്രസിലെ ആർക്കെങ്കിലും ഇത് പറയാൻ, ഈ പറയുന്ന എന്താ പറയണ്ടേ, നമുക്ക് പറയാനുള്ള ഒരു പരിധിയുണ്ട് ആരാണെന്നുള്ള. എനിക്കും വ്യക്തമായിട്ട് അറിയാം, ഈ ചോദ്യം ചോദിച്ച നികേഷിനും അറിയാമായിരിക്കും ആരാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എനിക്ക് ഇത് അവരുടെ വായന തന്നെ, നമ്മൾ പറയില്ലേ ആരാണ് ചെയ്തത്, അവരുടെ ഇന്ന് തന്നെ അറിയണം ആരാണ്. നമ്മളെ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ ഇതൊന്നും ഇതായിട്ട് കാര്യമില്ല. പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ച് എനിക്ക് അറിയാം, ഇത് സത്യം പുറത്തു വരും, തീർച്ചയായിട്ടും പുറത്തു വരും. ശ്രീമതി പത്മജ വേണുഗോപാൽ, ഇതിനകത്ത് ഇപ്പോഴും താങ്കൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് എനിക്കറിയാം എന്നാണ്. പിന്നെ എന്താണ് നിങ്ങൾ മടിക്കുന്നത്? ഈ വിഷയം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന് 6 മാസത്തിനുള്ളിൽ തീർപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ട എന്നാണ് തീർപ്പാക്കി കഴിഞ്ഞിരിക്കുന്നത്. പിന്നീട് ശ്രീ കെ മുരളീധരൻ ഈ വിഷയത്തിൽ ഞാൻ കരുണാകരൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതുവരെ പോരാടുമെന്ന് പറയുകയും കുറേയധികം കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും പിന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ കാര്യത്തിലൊരു പുനരന്വേഷണം നടത്തുന്നത് വരെ മറ്റാർക്കും ആത്മാർത്ഥതയില്ല എന്ന് പറയാം നമുക്ക്. പക്ഷേ മക്കളായ നിങ്ങൾ എന്തുകൊണ്ട് അതിൽ ആത്മാർത്ഥത കാണിക്കുന്നില്ല? ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല നികേഷ്. ഇത് എത്ര മാത്രം പോയാലും എത്ര വരെ നീതി കിട്ടുന്ന ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഇപ്പൊ ഈ കോടതി വിധി വന്നതിന്റെ ഒരു ആശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇത്രയെങ്കിലും പറയുന്നത്. ഇത് തന്നെ നാളെ ഇതിന്റെ പേരിൽ നീതി കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റേ കോടതി ആദ്യം പറഞ്ഞത് കോടതി വിധി വരട്ടെ എന്നായിരുന്നു. ഇപ്പൊ കോടതി വിധി വന്നു, എന്നിട്ട് എന്തുണ്ടായി, എന്ത് സംഭവിക്കില്ല? ശ്രീമതി പത്മജ വേണുഗോപാൽ, ഇവിടെ നീതി കിട്ടുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താലല്ല. ഒരു നടപടിയും അവർക്കെതിരെ സാധ്യമല്ല എന്ന് അറിയാമല്ലോ. കാരണം അവരെല്ലാം തന്നെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണ്. അവരുടെ പെൻഷൻ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുകയോ ഒക്കെ ചെയ്യുക എന്നതല്ലാതെ
ഒരു നടപടിയും കോടതി ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയാത്തത്? രാഷ്ട്രീയമായി കരുണാകരനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ്സിലെ തന്നെ ഒരു ഗ്രൂപ്പ് ഇടപെടുകയും അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത ആ കെ കരുണാകരനെ, ഒരുപക്ഷെ കെ കരുണാകരൻ എന്നൊരു വലിയ നേതാവിനെ ഇല്ലായ്മ ചെയ്യുന്ന ആ നടപടി ആര് ചെയ്തു എന്നത് സംബന്ധിച്ചൊരു പരിശോധന നടത്തണമെന്ന് ഉറച്ച ശബ്ദത്തിൽ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? ഇപ്പൊ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്കെതിരെ റിട്ടയർ ചെയ്തു എന്നുള്ളതുകൊണ്ട് നടപടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട. അടുത്ത് തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ കുറെ കാലം ജയിലിൽ കിടന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത ആളായിരുന്നു, പ്രായമായിട്ടുള്ള ആളായിരുന്നു. അപ്പൊ അതൊന്നും ഇതിൽ കാര്യമില്ല. റിട്ടയർ ചെയ്തു എന്നുള്ളതൊന്നും അല്ല ഇതിൽ പ്രശ്നം. ഞാൻ പറയുന്നത് ഇവരെ ആരാണ് ഇതിന്റെ പിന്നില്, അവരെ കൊണ്ട് ആരിത് ചെയ്യിച്ചു എന്ന് അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അവരുടെ പേരിൽ കേസെടുത്ത് അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യങ്ങൾ പുറത്ത് ഇത് മറ്റവർ ചെയ്തു, ഇയാൾ ചെയ്തു, ഇങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് ഡൽഹി വരെയൊക്കെ പോകേണ്ടി വരും. തുടരുക. വളരെ വ്യക്തമാണ്. ഞാൻ ദയവായി തുടരണം ഈ ചർച്ചയിൽ താങ്കൾ. ശ്രീ കെ സുരേന്ദ്രൻ, പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നിരുന്നു. അന്ന് നമ്പി നാരായണനുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശ്രീ നരേന്ദ്രമോദി. ഈ വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് പിന്നീട് നമ്പി നാരായണൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാൽ ആവശ്യപ്പെടുന്നത് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം, അവർക്കെതിരെ കേസെടുക്കണം, എങ്കിൽ മാത്രമാണ് അവർ ആരുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തു വരൂ എന്നാണ്. ഒരു CBI അന്വേഷണം നടന്നു. അത് ISRO ചാരക്കേസിൻ്റെ പേരിലായിരുന്നു. 95-ലോ 96-ലോ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുകയാണ് CBI. പിന്നീട് നടപടി വേണം എന്നും ആവശ്യപ്പെടുന്നു. പക്ഷേ സംസ്ഥാനം നടപടിയെടുക്കാൻ തയ്യാറല്ല. ഇക്കാര്യത്തിൽ അതായത് ഇതിൻ്റെ ഗൂഢാലോചന വിഷയത്തിൽ ഒരു CBI അന്വേഷണം സാധ്യമാണോ? നികേഷ്, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് താങ്കൾ നിരവധി തവണ നേരത്തെ ശ്രീമതി പത്മജ വേണുഗോപാലിനോടും ശ്രീ ആനത്തലവട്ടത്തിനോടും ഒക്കെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു സാധാരണ ജനം എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്കൊരു വാചകം പറയാൻ സമ്മതിക്കണം. സത്യത്തിൽ ശ്രീ AK ആൻ്റണിയുടെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ K കരുണാകരനോടുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഈ ചാരക്കേസ് ഉണ്ടാവുന്നത്. അതിനെ അവർ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. 3.5 പതിറ്റാണ്ട് കാലത്തെ AK ആൻ്റണിയുടെയും കരുണാകരനുമായിട്ടുള്ള ശാക്തിക ബലാബലം, കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ, ആ ശാക്തിക ബലാബലത്തിൽ A ഗ്രൂപ്പ് എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമാണിത്, അല്ലെങ്കിൽ ഒരു നീക്കമാണിത്. അതിനു മുമ്പിൽ രാഷ്ട്രീയം മാത്രമല്ല, വേറെ ചില നിഗൂഢ താല്പര്യങ്ങളും കൂടി AK ആൻ്റണിക്ക് ഉണ്ടായിരുന്നു. AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ വലിയ ആദർശത്തിൻ്റെ ഒരു പരിവേഷം കാണിച്ച് അവരാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ നടക്കുന്ന ഏത് നീക്കത്തിൻ്റെയും പിന്നിൽ ആസ്വാദകനായി നിൽക്കുന്നത് ശ്രീ AK ആൻ്റണിയാണ് ഡൽഹിയിൽ. അപ്പോൾ AK ആൻ്റണിയാണ് ഇതിൽ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. AK ആൻ്റണി അറിഞ്ഞുകൊണ്ട്, അല്ലാതെ നരസിംഹറാവുവിലേക്ക് നിങ്ങൾ പോകണ്ട. കേന്ദ്രത്തിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്, കേരളത്തിൽ ആരാണോ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, അത് AK ആൻ്റണിയാണ് വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഇവിടെ പാർലമെൻറ്റിൽ സീറ്റ് കൊടുക്കുന്നത് പോലെ ഇപ്പോൾ കോഴിക്കോട് MK രാഘവന് സീറ്റ് കൊടുത്തു. പറയുന്നത് സോണിയാഗാന്ധിയാണ് ഹൈക്കമാൻഡാണെന്നാണ്, പക്ഷേ ആൻ്റണിയാണ് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം അങ്ങനെയാണ്. ആൻ്റണിയാണ് വർഷങ്ങളായിട്ട് കോൺഗ്രസിനെ നയിക്കുന്നത്. ആൻ്റണിക്ക് ഈ പറയുന്ന ആദർശത്തിൻ്റെ ഒരു പരിവേഷവുമില്ല. ആൻ്റണിക്ക് നിഗൂഢമായി. ദയവായി തുടരുക. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ കെ സുരേന്ദ്രൻ, താങ്കൾ അതിൻ്റെ ഇൻസൈഡർ ആയിരുന്നു. നമുക്കറിയാം ആ കാലഘട്ടങ്ങളിൽ വലിയ തോതിൽ ഗ്രൂപ്പ് വിരോധം കരുണാകരനെതിരെ ഉണ്ടായിരുന്നു. കാരണം AK ആൻ്റണിയും വയലാർ രവിയും തമ്മിൽ KPCC പ്രസിഡൻ്റ് ആകുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം, തുടർന്ന് KP വിശ്വനാഥൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും രാജി, ഗ്രൂപ്പ് യുദ്ധം കൊഴുത്ത കാലഘട്ടമായിരുന്നു അത്. അന്ന് കരുണാകരനെതിരെ കിട്ടുന്ന എല്ലാ വടിയും ഉപയോഗിച്ചിരുന്നു. പാമോലിംഗ് കേസായാലും ISRO ചാരക്കേസായാലും. ഇന്നിപ്പോൾ പാമോലിംഗ് കേസ് പിൻവലിക്കാൻ ധൃതി കൂട്ടുന്ന ഉമ്മൻചാണ്ടി, പക്ഷേ ISRO ചാരക്കേസിൽ കോടതി നടപടി എടുക്കണമെന്നാവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മിണ്ടാൻ തയ്യാറാകുന്നില്ല. ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ AK ആൻ്റണിയോ ഭയപ്പെടുന്ന എന്തെങ്കിലും ഈ വിഷയത്തിലുണ്ടോ? സ്വാഭാവികമായിട്ടും AK ആൻ്റണി അതിൻ്റെ ഗുണഭോക്താവാണ്. കരുണാകരൻ മാറിയുകൊണ്ടാണല്ലോ ആൻ്റണി മുഖ്യമന്ത്രിയായത്. പിന്നീട് രാഷ്ട്രീയത്തിൽ കരുണാകരൻ നിഷ്കാസിതമാവുകയും ഉമ്മൻചാണ്ടിയുടെയും ആൻ്റണിയുടെ നേതൃത്വത്തിലേക്ക് വന്നു. ഉമ്മൻചാണ്ടി കയ്യിലാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനും ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഇനിയും പുറത്തു വരേണ്ടതായ കാര്യങ്ങളുണ്ട്. ശ്രീ രാജശേഖരൻ നായർ പറഞ്ഞ സംഭവം ഒരു അന്തർദേശീയ ഗൂഢാലോചനയുടെ ചില കണ്ണികൾ അത് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉണ്ട്. ഉമ്മൻചാണ്ടി ആ ഗൂഢാലോചന പങ്കാളിയാണെന്ന് എനിക്കറിയില്ല.
അതേസമയം ചാരക്കേസിൽ ചാരസുന്ദരി മറിയം റഷീദ് അറസ്റ്റ് ചെയ്തു എന്ന് മുതൽ തന്നെ ഇതിനകത്ത് ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിന്നിരുന്നു. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന IG-യെ ഇതിൽ പങ്കാളിയാക്കുന്ന ഒരു വാർത്ത വന്നപ്പോൾ എ ഗ്രൂപ്പ് സടകുടഞ്ഞ് എഴുന്നേറ്റു. കാരണം രമൺ ശ്രീവാസ്തവ കരുണാകരൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ കരുണാകരനിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിനും കരുണാകരനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ആസത്തുറകമാക്കുന്നതിനും ഒരു ഉപാധിയാക്കുന്നതിൽ ഉമ്മൻചാണ്ടി പ്രധാന പങ്കുവച്ചു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ പുറകിൽ നിന്ന ആളുകളാണ്. ആന്റണി ഇത് ഡൽഹിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറി പ്ലാൻ ചെയ്തപ്പോൾ ഒരു അന്തർദേശീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള കണ്ണികൾ പലതും യോജിച്ചിരിക്കാം. ആ കണ്ണികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമല്ല. രാജശേഖരൻ നായരുടെ പുസ്തകത്തിൽ സൂചനയുണ്ട്, നമ്പിനാരായണൻ ചിലത് പറയുന്നുണ്ട്. പക്ഷേ ഈ 3 ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം നിൽക്കുന്ന പ്രശ്നമല്ല. ഇവർക്ക് അബദ്ധം സംഭവിച്ചതാണോ, ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഇവരെ പ്രേരിപ്പിച്ചതാണോ, ബോധപൂർവമാണോ എന്നെല്ലാം അറിയണം. അതുകൊണ്ട് CBI അന്വേഷണം സുപ്രീം കോടതി ശനിവെച്ച ഇപ്പോൾ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ 3 ഉദ്യോഗസ്ഥന്മാരാണ് കെട്ടിപ്പിച്ചതിലെ മുഖ്യ ആളുകൾ പറയപ്പെടുന്നെങ്കിലും ഇവരുടെ പിന്നിലുള്ള ശക്തികൾ രാഷ്ട്രീയ ശക്തികളാണോ, ഭാഗ്യശക്തികളാണോ, അത് ഉമ്മൻചാണ്ടിയാണോ, അതോ CIA ആണോ, അതുമായി ബന്ധപ്പെട്ട ആളുകളാണോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയിലേക്ക് ഇതിൻ്റെ ചരടുകൾ നീങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹം കുറ്റവാളിയായി മാറും. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റവാളിയാകും. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ ഇവിടെ അദ്ദേഹം ഈ ഘട്ടത്തിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ പോലും സംശയിക്കുന്നത് ഇതിൽ നാമമാത്രമായ നടപടി മാത്രമേ ഉണ്ടാകൂ, അതുതന്നെ ഉണ്ടാകുമോ എന്ന സംശയം ഇതൊക്കെയാണല്ലോ. ഇവിടെ ഇന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിനുവേണ്ടി ഈ പറയുന്ന കെ കരുണാകരനെ പുറത്താക്കുന്നതിന് വേണ്ടി വിറക് കെട്ടുകയും വെള്ളം കോരുകയും ഒക്കെ ചെയ്തയാൾ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അന്ന് തിരുത്തൽ വാദവുമായി സജീവമായി മുഖ്യമന്ത്രിയാക്കി കരുണാകരനെ കെട്ടുകെട്ടിച്ചയാൾ ആളുകളിൽ ഒരാൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ അന്ന് സജീവ A ഗ്രൂപ്പുകാരൻ കെ കരുണാകരനെതിരെ നിരന്തരം പ്രചാരണം നടത്തിയാൽ. ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പിൽ കരുണാകരനെതിരെ നടപടി സാധ്യമാണോ? ക്ഷമിക്കണം, ഈ ISRO ചാരക്കേസിലൊരു പുനരന്വേഷണം സാധ്യമാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇനി കോടതി വിധി വന്ന ശേഷം അവര് എന്തെങ്കിലും ഒന്ന്, അത് ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയത്തിന് ഇടയാക്കും. എന്തുകൊണ്ട് അവര് ചെയ്തില്ല? അല്ലെങ്കിൽ കെ കരുണാകരന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം, അപ്പൊ അതിന് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ കൂട്ടുനിൽക്കുന്നില്ല എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെ സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ എന്നാണല്ലോ പറയുന്നത്. ശരി, അല്ല, തീർച്ചയായും അത് ജനങ്ങളുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്, എന്തുകൊണ്ട് ഈ പോലീസുകാരെ ഇങ്ങനെ സംരക്ഷിക്കുന്നു. കാരണം K മുരളീധരനെ പോലെ ഒരു MLA ഒരു എഴുത്ത് കൊടുത്തിട്ട് പോലും അത് അന്വേഷണം വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോ ജനങ്ങൾ സംശയിക്കില്ലേ? ആ സംശയം തീർക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. അതെ, ഞാൻ പറയുന്നത് അതുമല്ല, ശരിയാണ്, അവർ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. പക്ഷെ കോടതി ഈ വിഷയം പരിഗണിച്ചത് നമ്പിനാരായണൻ്റെ ഹർജിയിന്മേലാണ്. നമ്പിനാരായൺ എന്ന ശാസ്ത്രജ്ഞനെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചു എന്ന വിഷയത്തിൽ പോലീസ് നടപടി ആവശ്യമില്ല എന്ന സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്പിനാരായൺ പോയപ്പോൾ കോടതി നമ്പിനാരായൺ ഉന്നയിച്ച വിഷയങ്ങൾ മാത്രമാണ് സാങ്കേതികമായി പരിശോധിച്ചത്. അതിന്മേലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ട എന്ന സർക്കാർ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തത്. ഇവിടെ കെ കരുണാകരൻ്റെ കേസ് വേറെയാണ്. കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ, രാഷ്ട്രീയ നേതാവിനെ ചാരനാക്കി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി വേറൊരു വിഷയമാണ്. അതിന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ പോരാ, അതിൽ പുനരന്വേഷണം ആവശ്യമാണ്. അതിൽ ഈ പറയുന്ന AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും എല്ലാം പ്രതികളാകേണ്ടവരാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം പത്മജ വേണുഗോപാൽ ആവശ്യപ്പെടുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എനിക്ക് തോന്നുന്ന അവരോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവരാരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ. നമ്മളിപ്പോ AK ആന്റണിയാണോ ഉമ്മൻചാണ്ടിയോ എന്ന നിലയ്ക്ക് പോണ്ട, അവര് പറയട്ടെ, അവര് വായിന്ന് തന്നെ അത് കേൾക്കാം. നമുക്ക് അവര് ശരിയായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്താൽ ആരാണ് അതിന്റെ പിന്നിൽ കളിച്ചതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എപ്പോഴും ഒരു മുൻവിധിയോടുകൂടി പോണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ സംസാരിക്കുന്ന നികേഷിന് പോലും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അപ്പൊ ആരും അത് തുറന്ന് ചോദിക്കുന്നില്ല, ആരും അത് തുറന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഓരോരുത്തർക്കും അറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്, എന്തൊക്കെ എവിടെയൊക്കെ ഗൂഢാലോചന നടന്നു, ഏതൊക്കെ വീട്ടിൽ വെച്ച് നടന്നു, എന്താന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമ്മൾ പറയല്ല, അത് അതിന് ചട്ടങ്ങളായി കുറെ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ വായന തന്നെ വരട്ടെ എന്താ സംഭവിച്ചെന്നുള്ളത്. അതുവരെ കാത്തിരിക്കുകയല്ലേ. ഈ ചെറിയാൻ ഫിലിപ്പിന് അറിയാം കാര്യങ്ങൾ.
ശ്രീമതി പത്മജ വേണുഗോപാൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചെറിയാൻ ഫിലിപ്പ് കുറെ അധികം കാര്യങ്ങൾ എന്റെ പിതാവിന്റെ അടുത്ത് കുറ്റസമ്മതം മാതിരി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അക്കാര്യത്തിൽ അന്നത്തെ സമയത്തൊക്കെ വളരെ ദുഃഖിതനായിരുന്നു. കെ കരുണാകരനെ പോലെ ഒരു വ്യക്തിയോട് ഞാൻ ഇത് ചെയ്തുവല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് അദ്ദേഹം വന്ന് അച്ഛനത് പറയുകയും ചെയ്തു. അക്കാര്യത്തിൽ എനിക്ക് തന്നോട് വിഷമമൊന്നുമില്ലല്ലോ, താനും എല്ലാവരും കൂടെ നിന്ന് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് ക്ഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് അവസാനം വരെ അച്ഛന്റെ കൂടെ എന്നും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടും അദ്ദേഹത്തെ കാണാൻ വന്നിരുന്ന ഒരാളൊന്നായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. ശ്രീ രാജശേഖരൻ നായർ, പത്മജ ചില കാര്യങ്ങൾ പറയുകയാണ്. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? പത്മജ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ രാഷ്ട്രീയമായ പരിമിതികൾ അവർക്കുണ്ട്. അല്ലാതെ ഇവർക്ക് മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരാരും പൊതുജനങ്ങളോട് പറയത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെ കളിപ്പിക്കുന്ന ആരാണ്? ഈ പോലീസ് ഉദ്യോഗസ്ഥരാണോ, ഈ രാഷ്ട്രീയ നേതാക്കളാണോ? പിന്നെ സുരേന്ദ്രൻ്റെ അറിവിനൊരു കാര്യം പറയാം. LK അദ്വാനി ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ ഗുരുമൂർത്തിയോടൊപ്പം ISR ചാരക്കേസിലെ പ്രമുഖന ഒരു വൺ ഓഫ് ദ അക്യൂസ്ഡ് ഡൽഹി പോയി കാണുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തപ്പം അദ്വാനി ഈ ശാസ്ത്രജ്ഞനോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. അതായത്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ബട്ട് ഐ ഹാവ് ടു പ്രൊട്ടക്ട് ദ നാഷണൽ ഇൻട്രസ്റ്റ്. എന്താണ് നാഷണൽ ഇൻട്രസ്റ്റ് എന്നുള്ളത് സുരേന്ദ്രൻ നോക്കുമെങ്കിൽ അദ്വാനിയോട് പോയി ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇതിൻ്റെ സത്യം പുറത്ത് പറയാത്തതെന്ന്. ഈ ഒരു രാഷ്ട്രീയ നേതാക്കളും പുറത്ത് പറയത്തില്ല. ഇവരെല്ലാം ജനങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിൽ ഓരോ വാക്ക് പറഞ്ഞ് ഓരോ രീതിയിൽ. ഇവർക്കൊക്കെ അറിയാമെങ്കിൽ ഇവരെന്താ ജനങ്ങളോട് പറയാത്ത? അല്ലെങ്കിൽ ഇവരാരും മിണ്ടല്ലോ, വാതുറക്കരുത്. ശ്രീമതി പത്മജ വേണുഗോപാൽ, ഇപ്പോൾ ശ്രീ രാജശേഖരൻ വെളിപ്പെടുത്തുന്നത്, രാജശേഖരൻ ഈ വിഷയത്തിൽ തുടക്കം മുതൽ പോരാടിയ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ കേസിൽ ഉണ്ടായ രാഷ്ട്രീയമായ ഇടപെടലുകളെല്ലാം അറിയാം. അദ്ദേഹം പുസ്തകത്തിൽ എഴുതുന്നത് IB ആണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പത്മജ കേട്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ കെ മുരളീധരൻ ഉമ്മൻചാണ്ടി സർക്കാർ 6 മാസത്തിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ട എന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ രംഗത്തിറങ്ങുകയും PV നരസിംഹറാവു ആണ് ഈ കേസ് ഉണ്ടാക്കിയത് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് ചില കാരണങ്ങളും PV നരസിംഹറാവുവിനെ ചൊടിപ്പിക്കുന്ന ചില കാരണങ്ങളും ശ്രീ കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടിച്ചിരുന്നു. ഇന്നിപ്പം അത്രയും വിശദാംശങ്ങളിലേക്ക് ശ്രീ കെ മുരളീധരൻ പോയിട്ടില്ല. രാജശേഖരൻ പറയുന്നത് IBയുടെ ഡയറക്ടറായ DC പഥക്കിൻ്റെ നേതൃത്വത്തിൽ IB നേരിട്ട് ഈ പറയുന്ന കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. IB അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിയാൽ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കുഞ്ഞു നടപടി എടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. ആരോ പിന്നിൽ നിന്ന് കളിച്ചിട്ടുണ്ട്, ആരോ മുകളിൽ നിന്ന് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ചട്ടുകങ്ങളായി മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്തരം വലിയ ആംഗിളിൽ അന്വേഷിക്കാൻ തയ്യാറല്ല എങ്കിൽ ശ്രീ കെ കരുണാകരൻ പൊറുക്കുമോ? ശ്രീമതി പത്മജ വേണുഗോപാൽ, നിങ്ങളോടടക്കം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ പല സ്ഥലത്തും ഇപ്പൊ നേരത്തെ കെ മുരളീധരനെ പോലത്തെ ഒരു MLA പറഞ്ഞിട്ട് ഒരു നീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇനിയും കൂടുതൽ നീതി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആരുടെയൊന്നും. പക്ഷെ എനിക്ക് പറയാനുള്ള എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാണ്ട് ആരുടെയും ഒരു നീതി ഞാൻ അതുപോലെ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് കെ കരുണാകരൻ ജീവിച്ചിരുന്നപ്പോ കൊടുക്കാത്ത ഒരു നീതി അദ്ദേഹം മരിച്ചിട്ട് കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞാൻ പറയാൻ കാരണം അവരിപ്പോ IB ആണോ അല്ലെങ്കിൽ വേറെ ഉന്നത സ്ഥലങ്ങൾ ഇത് ഒരു കളി മാത്രമല്ല, ഇത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല കളികളുടെയും കൂടി കൂടിച്ചേരലാണ്. മനസ്സിലായ? അപ്പൊ അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഏതറ്റം വരെ പോണ്ടി വരുന്നു എനിക്കറിയാം. അതെ, ഞാൻ അവിടെ വീണ്ടും ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലിൽ തന്നെ തുടരുകയാണ്. അതായത് പല കളികളുടെ കൂടിച്ചേരലാണ് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയും. പക്ഷേ അതിനപ്പുറത്തേക്കൊരു സൂത്രധാരൻ ഇതിനുണ്ടാകണമല്ലോ. ആ സൂത്രധാരൻ ആരാണ്? ആ സൂത്രധാരൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഇത് സംബന്ധിച്ച ഒരു സംശയം പത്മജ ആവർത്തിച്ച് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയുന്നു എന്ന് നമ്മൾ നടിക്കുന്ന കാര്യങ്ങളായിരിക്കേണ്ടതില്ല യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് പത്മജ അതൊരു രാഷ്ട്രീയ പ്രസ്താവനയായി നടത്തുകയാണെങ്കിൽ അതിന്മേൽ അന്വേഷണം നടത്താൻ, കാര്യങ്ങൾ വേഗത്തിലാക്കാൻ അത് പ്രേരക ഘടകമായേക്കാം. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഇതിലപ്പുറം ഒന്നും നീതി കിട്ടുന്ന ഒരു വിശ്വാസം എനിക്കില്ല. അതുകൊണ്ടാണ് കോടതി വിധി വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം, ഒരു എന്താ പറയുക, ചെറിയൊരു കാറ്റ് മനസ്സിലും സന്തോഷത്തിന്റെ ഒരു കാറ്റ് വീശിയെന്ന് മാത്രം. അത് എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല.
ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആരാണ് എന്തുകൊണ്ട്. തീർച്ചയായിട്ടും അന്നത്തെ സമയത്ത് ശ്രീ നരസിംഹറാവു ഒക്കെ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അത് ഞങ്ങൾക്കത് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളുണ്ട് അക്കാര്യത്തിൽ. എങ്ങനെ എന്ത് നരസിംഹറാവു എന്ത് കളിച്ചു എന്നാണ് തെളിവുള്ളത്? നരസിംഹറാവുവിന് കെ കരുണാകരനെതിരെ അവസാനം വരെ അദ്ദേഹത്തിനെ ഇറക്കുന്നവരെയുള്ള കളികൾ മുകളിൽ നിന്നുള്ള അംഗീകാരം ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നോണ്ടാണ് പലരും കളിച്ചത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞ് മുമ്പ് പാമോയിൽ കേസ് എന്ന് വന്നപ്പോഴൊന്നും മുകളിൽ നിന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് അത് നേരത്തെ പറഞ്ഞ മാതിരി പലരുടെയും പേരുകൾ അതിലുണ്ടായിരുന്നുണ്ടാവും, അവർ പിൻവലിഞ്ഞു. പക്ഷെ ഇത് വന്നപ്പോ എന്താ പറയണ്ടേ, പ്രോത്സാഹജനകമായ കാര്യങ്ങൾ മുകളിൽ നിന്നുണ്ടായപ്പോ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തത്. അതില് എന്താ പറയേണ്ടത്, ഒരാളുടെ പലരുടെയും രാഷ്ട്രീയ ഭാവി പോകുന്നത് മാത്രമല്ല, നല്ലൊരു ശാസ്ത്രജ്ഞനെ നഷ്ടപ്പെട്ടു. ഇന്ത്യ 15 കൊല്ലം പിന്നിലേക്ക് പോയി. ഇതൊക്കെ ഒരു രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് ഒരു വ്യക്തിയെ മാത്രമല്ല, അല്ലെങ്കിൽ വ്യക്തികളെ മാത്രമല്ല ഇത് നശിപ്പിച്ചു. തുടരുക. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചന പത്മജയും സംശയിക്കുന്നു. ഈ പറയുന്ന രാജ്യാന്തര ഗൂഢാലോചന നരസിംഹറാവു ഉണ്ടോ എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഇന്ത്യക്ക് ഒരു ദോഷം ഉണ്ടാകുന്ന ഒരു ഗൂഢാലോചനയിൽ നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി ഒരിക്കലും നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കരുണാകരനെ എതിരായിട്ട് എ ഗ്രൂപ്പ് സമരവുമായി നീങ്ങിയപ്പോൾ, ചാരക്കേസ് ഉയർത്തിക്കാട്ടിയപ്പോൾ സാധാരണഗതിയിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നുവെങ്കിൽ കരുണാകരൻ രക്ഷിക്കുമായിരുന്നു. അതായത് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്ന കിങ് മേക്കറാണ് കരുണാകരൻ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നടപടി, കടുത്ത നടപടി ഉണ്ടാകാൻ റാവു കൂട്ടുനിൽക്കില്ല എന്നാണ് കരുതി. പക്ഷേ കരുണാകരനെ അമ്പരിപ്പിച്ചുകൊണ്ട് റാവു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ കരുണാകരനോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് അക്കാര്യത്തിൽ കരുണാകരനോട് ഒരു വഞ്ചനയാണ് റാവു കാട്ടിയത്. കാരണം അത് ഈ ചാരക്കേസിൻ്റെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടായപ്പോൾ, അഖിലേന്ത്യാ തലത്തിൽ പോലും കരുണാകരൻ രാജ്യദ്രോഹിയാണെന്ന് വരുന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ കരുണാകരനെ നരസിംഹറാവു കൈവിട്ടു എന്ന് പറയുന്നതാണ് ശരി. ശ്രീ രാജശേഖരൻ നായർ, അതിനകത്ത് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? അല്ല, അത് അന്നത്തെ ഒരു ഇക്വേഷൻ അനുസരിച്ച് ഐ ഗ്രൂപ്പിനായിരുന്നു കൂടുതൽ അംഗങ്ങളുള്ളത്. ഒരു ഘട്ടത്തിൽ ഐ ഗ്രൂപ്പിൽ നിന്ന് പടല പോലെ വരികയായിരുന്നു. എൻ്റെ അറിവ് ഞാനെന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് ഒരു പത്രം, ഒരു റബ്ബർ ഫാക്ടറി പണം കൊടുത്ത് ഈ പല അന്നത്തെ ഐ ഗ്രൂപ്പിലുണ്ടായിരുന്ന MLA-മാരും വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് അന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പത്രക്കാർക്കൊക്കെ നല്ലോണം അറിയാവുന്നതാണ്. അല്ലാതെ നരസിംഹറാവു വിചാരിച്ചാൽ മാത്രം പാർലമെൻറ്റ് ഇതിനകത്ത് കൂടുതൽ സീറ്റുള്ള, കൂടുതൽ അംഗങ്ങളുള്ള കെ കരുണാകരനെ മറിച്ചിടാൻ കഴിയത്തില്ല. കെ കരുണാകരൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് ലോയൽറ്റി അങ്ങോട്ട് കൂറുമാറി. ഈ കൂറുമാറിയതിൻ്റെ പുറകിൽ എന്ത് നടന്നു? ഈ ചാരക്കേസിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് ഇവരൊക്കെ കൂറുമാറിയത്? അതോ അവർ കേരളത്തിൽ നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ പണക്കിലുക്കത്തിൻ്റെ ആണ്? അതിൻ്റെ പുറകിൽ ഒരു പത്രമുണ്ടായിരുന്നു, ഒരു റബ്ബർ ഫാക്ടറി ഉണ്ടായിരുന്നു, കോൺഗ്രസ് എയിൽ ഒരു സമുന്നതനായ നേതാവ് ഉണ്ടായിരുന്നു. ക്ഷേമം ജേക്കബ്, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ ഇത്? ക്ഷേമം ജേക്കബ്, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. ഇപ്പോൾ ശ്രീ രാജശേഖരൻ നായർ പറഞ്ഞത്, ഒരു പത്രമുണ്ടായിരുന്നു, ഒരു കമ്പനി റബ്ബർ കമ്പനി ഉണ്ടായിരുന്നു, പണം കൊടുത്ത MLA-മാരെ ഐ ഗ്രൂപ്പിൽ നിന്ന് എ ഗ്രൂപ്പിലേക്ക് പടല കണക്കിന് എത്തിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഗൂഢാലോചന അതിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൽ MLA ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ഈ പാമോലിൻ കേസിലായാലും അതുപോലെ തന്നെ ഈ ചാരക്കേസിലായാലും വലിയ തോതിലുള്ള നീക്കം നടന്നിട്ടുണ്ടെന്ന് ആർക്കും തള്ളിക്കളയാനാകില്ല. നടന്നിട്ടുണ്ടായിരിക്കണം എന്ന് മാത്രമല്ലാതെ നടന്നിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് തെളിവൊന്നുമില്ല. പക്ഷേ വസ്തുതകൾ, ഈ കേസ് ഇപ്പോൾ ഈ ഹൈക്കോടതി പറഞ്ഞതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെട്ട ആളുകളെ അവരെതിരായിട്ടുള്ള അന്വേഷണം ഗവൺമെന്റ് നടത്തിയാൽ, ശരിയായി അവരെ ചോദ്യം ചെയ്താൽ കുറേയൊക്കെ സത്യങ്ങൾ പുറത്തു വരും. ആരാണ് എന്താണ് കളിച്ചതെന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ ആരോ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഒരു കാര്യം മാത്രമല്ല, പല കാര്യത്തിലും ആ ഗ്രൂപ്പിൽപ്പെട്ട ചില ആളുകൾക്ക് വേണ്ടി, തുറന്നു പറഞ്ഞാൽ എ ഗ്രൂപ്പിൽപ്പെട്ട ചില ആളുകൾക്ക് വേണ്ടി എല്ലാ പ്രാവശ്യവും ഓരോ കാര്യം വരുമ്പോഴും നിൽക്കുന്ന പോലീസുകാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് ഇതിനകത്ത് തീർച്ചയായിട്ടും ഉത്തരം പറയണം. അവരോട് ചോദിച്ചാൽ പറയും ആരാണെന്ന്. അതെ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ആ കാലഘട്ടത്തിൽ കരുണാകരനെതിരെ ഉപയോഗിക്കാൻ കിട്ടിയ ഒരു ആയുധം, പിന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക്, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ കരുണാകരനെതിരെ പടനയിച്ച ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി എന്നതിനാൽ നിങ്ങൾ പാമോലിൻ കേസ് കരുണാകരനിൽ നിന്ന്
ഉമ്മൻചാണ്ടിയിലേക്ക് എത്തിച്ചതുപോലെ അന്ന് കരുണാകരനെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയ ഉമ്മൻചാണ്ടിക്കെതിരെ കിട്ടിയ ഒരു ആയുധം എന്ന നിലയിൽ ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാത്തതിൻ്റെ രാഷ്ട്രീയ കാരണം എന്താണ്? അല്ല, ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ വേദന സഹിച്ച വേദന തിന്ന ഒരു അച്ഛൻ്റെ മകൾ ശ്രീമതി പത്മജ പറയുകയുണ്ടായല്ലോ, ഈ കേസിൽ ഈ വിധി ഒരു ചെറിയ ആശ്വാസമാണ്. ഇതിൻ്റെ യഥാർത്ഥ കക്ഷികളെ കണ്ടെത്തണമെങ്കിൽ യഥാർത്ഥ കക്ഷികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, ഇവരെ കൊണ്ട് ചെയ്യിച്ചവരുണ്ട്. ആ ചെയ്യിച്ചവരെ സംബന്ധിച്ച് വളരെ വ്യക്തവും ആർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ശ്രീമതി പത്മജ പറഞ്ഞത്. അന്ന് ഇവിടെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഭിന്നിപ്പ് കരുണാകരനെതിരായി ഒരു ഗ്രൂപ്പിൻ്റെ നേതാക്കളാണ് ഇതെല്ലാം ചെയ്തത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ ചോദ്യം എന്ന് വെച്ചാൽ പല കേസും തെളിയിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടക്കുന്ന ഉരുട്ടലും ഗരുഡൻ തൂക്കവും ഈ പണിയൊക്കെ ഈ വിധി ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രയോഗിച്ചാൽ സത്യം പുറത്തു വരും. ആരാണ് ഈ സിബി മാത്യുവിനെയും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ട് ഇതെല്ലാം ചെയ്തതെന്ന്. അന്ന് ശ്രീ കരുണാകരനെ പെടുത്താൻ വേണ്ടി അന്നത്തെ IG ആയിരുന്ന രമൺ ശ്രീവാസ്തവയെ മദ്രാസിലെ ഒരു ഹോട്ടലിൽ CIAയുടെ ആൾക്കാരും IB ഉദ്യോഗസ്ഥന്മാരും രമൺ ശ്രീവാസ്തവയും കൂടെ ഗൂഢാലോചന നടത്തിയെന്നൊക്കെ ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുതി വച്ചിരിക്കുന്നു. അദ്ദേഹം വന്ന് ആഗസ്റ്റ് 15 ഇവിടെ മുഖ്യമന്ത്രി പതാക ഉയർത്തുന്ന അവസരത്തിൽ സാക്ഷ്യം വഹിച്ച് നിൽക്കുമ്പോൾ അതുപോലും അന്വേഷിക്കാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് രമൺ ശ്രീവാസ്തവ ഇതിനകത്ത് ബന്ധപ്പെടുത്തിയത്, അതുപോലെ രമൺ ശ്രീവാസ്തവയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ശ്രീ കരുണാകരനെ ബന്ധപ്പെടുത്തിയത്, ഇതൊക്കെ ഇന്ന് ഇതിൽ ശിക്ഷിക്കപ്പെട്ടവരായിട്ടുള്ളവരെ വിളിച്ച് മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ തെളിയുമെന്ന് ശ്രീമതി പത്മജ വേണുഗോപാൽ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ഈ കേസിൽ ഇനിയും സർക്കാർ അപ്പീൽ പോകാനാണോ പോകുന്നത്, അതോ നടപടി സ്വീകരിക്കാനാണോ പോകുന്നത്? അക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇനിയും വളരെ നന്ദി ശ്രീ ആനത്തല വട്ടമാനന്ദൻ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ രാജശേഖരൻ നായർ, ശ്രീ K സുരേന്ദ്രൻ, ശ്രീ MM ജേക്കബ്, ശ്രീമതി പത്മജ വേണുഗോപാൽ ഈ വിഷയത്തിൽ സ്റ്റുഡിയോയിലെത്തിയതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന്.